കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എയർപോർട്ട് വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് അതല്ല. അതായത് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ട് എയർപോർട്ടിലിട്ട് ഡെയിലി 350 രൂപ പാർക്കിംഗ് ഫീ കൊടുത്ത് തിരിച്ച് വരുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുവിടും, അതുപോലെ വരുമ്പോൾ തിരിച്ച് വിളിക്കാനും വരും. അപ്പോൾ ഈ തവണ ഞാൻ ഓർത്തു ഇങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന ഒരു പുതിയ രീതി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഊബർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നേ. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, എന്തായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഊബർ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഊബറിൻ്റെ ആപ്ലിക്കേഷനെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം റെഡിയാക്കി ഞാൻ ഊബർ ബുക്ക് ചെയ്തു. ഊബർ ബുക്ക് ചെയ്തപ്പോൾ ആദ്യം എനിക്കൊരു വണ്ടി കണക്റ്റായി. അപ്പം അത് കണക്റ്റ് ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു പുള്ളിയുടെ വണ്ടിക്ക് എന്തോ ചെറിയ കംപ്ലയിൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് എത്താൻ സാധിക്കില്ല, അത് ക്യാൻസൽ ചെയ്ത് വേറൊരു ഊബർ ബുക്ക് ചെയ്യാവുമെന്ന് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഓക്കെ സമ്മതിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് പുതിയൊരു വണ്ടി ഊബറിൽ ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വണ്ടിയാണ് കേട്ടോ ഇത് എർട്ടിക്ക. അപ്പം ഞാൻ ബുക്ക് ചെയ്ത് ഏതാണ്ട് ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ വീട്ടിൽ ഊബർ വണ്ടി വന്നു. അപ്പം പുള്ളി കോട്ടയത്ത് നിന്ന് ആരെയോ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് എറണാകുളം പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഊബറിന് കോസ്റ്റ് ആയത് 1200 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാക്സി വിളിച്ച് പോയാൽ പോലും നമുക്ക് 2000 രൂപ മുകളിൽ മുടക്ക് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൊടുപുഴയിൽ നിന്ന് പോകാൻ ഊബർ ഭയങ്കര ലാഭം കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും.